കെ കിസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പുതിയ കേരള പോലീസ് മേധാവിയായി ആരെയാണ് നിയമിച്ചത്? ഉത്തരം റവാദ ചന്ദ്രശേഖർ. സമുദ്രനിരപ്പ് ഉയരുന്നതിനാൽ ടുവാലുവിലെ പൗരന്മാർക്ക് കാലാവസ്ഥാ വിസ വാഗ്ദാനം ചെയ്യാൻ ഏത് രാജ്യമാണ് സമ്മതിച്ചത്? ഉത്തരം ഓസ്ട്രേലിയ. അന്താരാഷ്ട്ര ക്രിക്കറ്റിൻ്റെ 3 ഫോർമാറ്റുകളിലും സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ കായിക താരം ആരാണ്? ഉത്തരം സ്മൃതി മന്ദാന. കേരളത്തിലെ ഏത് ജില്ലയെയാണ് അതിദാരിദ്ര്യരഹിത ജില്ലയായി പ്രഖ്യാപിച്ചത്? ഉത്തരം കോട്ടയം. പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ നിലവിൽ ലോക 1-ാം നമ്പർ സ്ഥാനം ആർക്കാണ്? ഉത്തരം നീരജ് ചോപ്ര. കേരളത്തിലെ ഏത് പഞ്ചായത്തിനെയാണ് സംസ്ഥാനത്തെ ആദ്യത്തെ പൂർണ്ണമായും തെരുവ് വിളക്കുള്ള പഞ്ചായത്തായി പ്രഖ്യാപിച്ചത്? ഉത്തരം പാറളം ഗ്രാമപഞ്ചായത്ത്. പൂനെയിലെ മിലിറ്ററി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ കമാൻഡന്റായി ആരാണ് ചുമതലയേറ്റത്? ഉത്തരം റിയർ അഡ്മിറൽ വി ഗണപതി. ഏത് പ്രഖ്യാപന പ്രകാരമാണ് ക്വാഡ് രാജ്യങ്ങൾ ആദ്യമായി ക്വാഡ് അറ്റ് സീ ഷിപ്പ് ഒബ്സർവർ മിഷൻ ആരംഭിച്ചത്? ഉത്തരം വിൽമിംഗ്ടൺ പ്രഖ്യാപനം. US ഓപ്പൺ 2025 BWF വേൾഡ് ടൂർ സൂപ്പർ 300 നേടിയ ആദ്യ ഇന്ത്യൻ ഷട്ട്ലർ ആരാണ്? ഉത്തരം ആയുഷ് ഷെട്ടി. ഇന്ത്യയിൽ ശാസ്ത്രാധിഷ്ഠിത ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആദ്യമായി ആസ്ട്രോ ടൂറിസം ഫെസ്റ്റിവൽ നടന്നത് എവിടെയാണ്? ഉത്തരം ലഡാക്കിലെ ലേയിൽ. സ്ത്രീകളിൽ ഏത് ശരീരഭാഗമില്ലെങ്കിൽ താൽപ്പര്യം കുറയും? ഉത്തരം ഓവറി. എപ്പോഴും ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്ന സ്ത്രീ ലക്ഷണം എന്താണ്? ഉത്തരം മെലിഞ്ഞവർ. ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ 2025 മികച്ച നടനും നടിക്കുമുള്ള അവാർഡുകൾ നേടിയത് ആരാണ്? ഉത്തരം നവാസുദ്ദീൻ സിദ്ദീഖി, ഷർമിള ടാഗോർ. 2025ഓടെ കേരളത്തിലെ ഏത് ഹിൽ സ്റ്റേഷനെയാണ് ഉത്തരവാദിത്ത ടൂറിസം കേന്ദ്രമായി പ്രഖ്യാപിക്കാൻ പോകുന്നത്? ഉത്തരം മൂന്നാർ. ന്യൂയോർക്ക് സിറ്റി ഡെമോക്രാറ്റിക് മേയർ പ്രൈമറിയിൽ വെറ്ററൻ ആൻഡ്രൂ ക്യൂമോയ്ക്കെതിരെ ആരാണ് വിജയിച്ചത്? ഉത്തരം സൊഹ്റാൻ മമദാനി. 2025 ജൂലൈ 1 ഇന്ത്യൻ നാവികസേനയിൽ കമ്മീഷൻ ചെയ്ത പ്രോജക്ട് 17A സ്റ്റെൽത്ത് ഫ്രിഗേറ്റിലെ രണ്ടാമത്തെ കപ്പലിൻ്റെ പേര് എന്താണ്? ഉത്തരം INS ഉദയഗിരി.
ഹിപ്നോസിസും മാനസികാരോഗ്യവും പ്രചരിപ്പിക്കുന്നതിൽ പ്രശസ്തനായ ഏത് മോട്ടിവേഷണൽ വിദഗ്ധനാണ് അടുത്തിടെ ഹൈദരാബാദിൽ അന്തരിച്ചത്? ഉത്തരം ഡോക്ടർ ബി.വി. പട്ടാഭിറാം. ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസമാണ് ശക്തി 2025? ഉത്തരം ഫ്രാൻസ്. എല്ലാ പാസഞ്ചർ റെയിൽവേ സേവനങ്ങളും ഒരു ഓൾ ഇൻ വൺ പ്ലാറ്റ്ഫോമിലേക്ക് ഏകീകരിക്കുന്നതിനായി ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച ആപ്പ് ഏതാണ്? ഉത്തരം റെയിൽ വൺ ആപ്പ്. ഇന്ത്യയിലുടനീളമുള്ള സ്കൂളുകളിൽ 10 ലക്ഷം ഫുട്ബോളുകൾ വിതരണം ചെയ്യുന്നത് ഏത് പദ്ധതി പ്രകാരമാണ്? ഉത്തരം ഫുട്ബോൾ ഫോർ സ്കൂളുകൾ. 2025 ജൂലൈ 1 ഇന്ത്യയിൽ എവിടെയാണ് ആദ്യ ആസിയാൻ ഇന്ത്യ ക്രൂയിസ് ഡയലോഗ് നടന്നത്? ഉത്തരം ചെന്നൈ. 2025 ജൂലൈയിൽ UN സുരക്ഷാ കൗൺസിലിന്റെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുന്ന രാജ്യം ഏതാണ്? ഉത്തരം പാകിസ്ഥാൻ. അടുത്തിടെ മമ്മൂട്ടിയുടെ ജീവചരിത്രം പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയത്? ഉത്തരം മഹാരാജാസ് കോളേജ്. മലേറിയ മുക്തമായി പ്രഖ്യാപിക്കപ്പെട്ട ആമസോൺ മേഖലയിലെ ആദ്യ രാജ്യം ഏതാണ്? ഉത്തരം സുരിനാം. അടുത്തിടെ ശക്തമായ സ്ഫോടനമുണ്ടായ സിഗാച്ചി ഫാർമ കമ്പനി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം തെലങ്കാന. 2025 സുകുമാർ അഴീക്കോട് സ്മാരക ദേശീയ ട്രസ്റ്റിന്റെ അവാർഡിന് അർഹനായത് ആരാണ്? ഉത്തരം ഷാജി പ്രഭാകരൻ. അടുത്തിടെ പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിച്ച രാജ്യം ഏതാണ്? ഉത്തരം ഫ്രാൻസ്. 2025 അണ്ടർ 21 യൂറോ കപ്പ് കിരീടം നേടിയത് ആരാണ്? ഉത്തരം ഇംഗ്ലണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.